അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ടിട്ടുണ്ടാവും ആരാണ് വിന്നർ എന്നുള്ള കാര്യം. അനുമോളാണ് വിന്നർ, അനീഷ് റണ്ണറപ്പ് ആണ്. ഡിസർവിംഗ് പൊസിഷൻസ് ആണോ? രണ്ടുപേരുടെയും ക്വാളിറ്റീസ് എന്താണ്, ഇതിനകത്ത് കൂടുതൽ വിൻ ചെയ്യാനായിട്ട് അർഹതയുള്ളത് ആർക്കാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനിടെ കൂടി ചെറിയൊരു പരിപാടി അത്രേ ഉള്ളൂ. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ ശരിക്കും അനുമോൾ ഓർ അനീഷ് രണ്ടുപേരിൽ ആര് വിൻ ചെയ്താലും ഞാൻ പേഴ്സണലി ഹാപ്പിയാണ്. ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ കണ്ടന്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് ഈ ഷോയ്ക്ക് വേണ്ടി. 100 ദിവസം അവരുടെ ഇൻഡിവിജ്വാലിറ്റി, ഇവരുടെ തന്നെ ഇൻഡിവിജ്വാലിറ്റിയിൽ അവരുടെ സ്വന്തം വ്യക്തിത്വത്തിൽ തന്നെ നിന്നുകൊണ്ട് കളിച്ച ആൾക്കാരാണ്. അനുവിൻ്റെ കേസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അനു ഇപ്പോൾ വിന്നറാണ്. അനുവിൻ്റെ കേസിൽ എന്താണ്, വീട്ടുകാരാൽ ഒറ്റപ്പെടുകയും കോർണർ ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റാണ് അനു. പക്ഷേ കോർണർ ചെയ്യപ്പെടുക എന്നതുകൊണ്ട് മാത്രമല്ല അനുവിന് ഇന്ന് ആ കപ്പ് കിട്ടിയിരിക്കുന്നത്. കാരണം ആ കോർണർ ഇങ്ങനെ തച്ചുടച്ചു. നമുക്കറിയാം, ആദ്യത്തെ 2 വീക്സ് കരഞ്ഞുകൊണ്ട് നടന്ന അനു പിന്നെ കരയുന്നത് ഈ ലാസ്റ്റ് വീക്കിലാണ്. എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരാൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന അനു ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കരച്ചിൽ നിർത്തിവെച്ച് ബോൾഡ് ആവാൻ തുടങ്ങി. പിന്നീട് അനു കരയുന്നത് ഈ 20 കണ്ടസ്റ്റൻസ് തിരിച്ച് വീടിനകത്ത് കയറി ഇട്ട് അലക്കുമ്പോഴാണ് അനു കരയുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ട് കോർണറിങ്ങും ഒറ്റപ്പെടലും നേരിട്ടിട്ടും അതിനെ തച്ചുടച്ച് എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ പല പല ഫ്രണ്ട്ഷിപ്പുകളായിട്ട് ഇങ്ങനെ മാറി 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 അനുവിൻ്റെ കേസിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അനു ഈ പറയുന്ന കോർണറിങ് പലപ്പോഴും നേരിട്ടപ്പോഴത്തേക്കും അതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് അവിടെ എത്തിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. പലർക്കും പല ഒപ്പീനിയൻസ് ഉണ്ടാവും. എൻ്റെ കാഴ്ചപ്പാടിൽ അനുവും അനീഷും ഡിസർവിംഗ് ആണ് ഫസ്റ്റ് പൊസിഷന് വേണ്ടിയിട്ട്. രണ്ടുപേരിൽ ആരായി കഴിഞ്ഞാലും ഞാൻ ഹാപ്പി തന്നെയാണ്. അപ്പം അനുവാണ് ഇപ്പോൾ വിന്നർ ആയിരിക്കുന്നത്. ഐ എം വെരി 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 ഹാപ്പി. കാരണം അതിനുള്ള വിന്നർ ആവാനുള്ള സംഭവം കുറേ പേര് പറഞ്ഞു. അനു അവിടെ എന്താ ചെയ്തത്, സദാചാരം പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ കുറേ പേര് ചോദിക്കും. എല്ലാമേ കണ്ടന്റ് ആണ് മക്കളെ. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ഗെയിം. എല്ലാമേ ഗെയിമിന്റെ പാർട്ടാണ്. സോ അനുവിന്റെ കേസ് എനിക്ക് ഇതാണ് പറയാനുള്ളത്, ഡിസർവിംഗ് ആണ്. ദെൻ അനീഷിന്റെ കേസിൽ റണ്ണറപ്പ് ഡിസർവിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനീഷിന് ഫസ്റ്റ് പൊസിഷൻ തന്നെയാണ് ഡിസർവിംഗ് പറയുന്നത്. പക്ഷേ റണ്ണറപ്പ് ആയി പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം വോട്ട്സിന്റെ കേസാണ്. അനീഷും ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്തൊരു പ്ലെയർ ആണ്. ആരുമായിട്ടും അധികം റിലേഷൻ വെക്കാതിരുന്ന അനീഷിനെ ഷാനവാസിലോട്ട് അടുപ്പിച്ചു. അനീഷിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ അനീഷിനുണ്ടായിരുന്നു. അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇനി വരാൻ പോകുന്ന അപ്കമിങ് സീസണിലെ കണ്ടസ്റ്റൻസിന് കൂടി ഒരു പാഠമായിരുന്നു. ഏഷണിയും പരദൂഷണവും പറയാതെ നമുക്ക് എങ്ങനെ ഒരു ബിഗ് ബോസിൽ നിലകൊള്ളാം എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുള്ള ഏക കണ്ടസ്റ്റന്റ് ഏഷണിയും പരദൂഷണവും പറയാതെ എങ്ങനെ നിൽക്കാം എന്നുള്ളത് കാണിച്ചു കൊടുത്ത ഒരേ ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ് എന്ന് ഞാൻ എവിടെയും പറയും. കാരണം അയാളുടെ കാര്യം നോക്കുമായിരുന്നു, വേറൊരാളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇടപെടത്തില്ലായിരുന്നു. ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ അവിടെ പിടിച്ചു മാറ്റുമായിരുന്നു, അവരെ സമാധാനിപ്പിക്കുമായിരുന്നു. അയാൾക്ക് തരുന്ന ഗെയിമുകൾ മാക്സിമം പ്ലേ ചെയ്യും, മൈൻഡ് ഗെയിമുകൾ കളിക്കും. മാക്സിമം അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലെവലിലുള്ള എല്ലാ കോണ്ടന്റും കൊടുക്കും. ഒപ്പീനിയൻസിലായാലും വാട്ടെവർ ഇറ്റ്സ് റോങ് ഓർ റൈറ്റ്, അയാളുടെ ഒപ്പീനിയൻ അയാൾ നിലകൊണ്ടിരുന്നു. എല്ലാം കൊണ്ടും അയാൾ വിന്നർ ആവാനായിട്ട് അർഹതപ്പെട്ട ഒരാളാണ്. സോ പക്ഷേ റണ്ണറപ്പായി ഡിസർവിംഗ് തന്നെയാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ അനു ആൻഡ് അനീഷ്. അതിനിപ്പോൾ നേരെ തിരിഞ്ഞു വന്നു കഴിഞ്ഞായിരുന്നാലും ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞാണ്, ഡിസർവിംഗ് ആണെന്ന് തന്നെ പറഞ്ഞാണ്. ബിക്കോസ് ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ജനങ്ങളാണ് വിധി എഴുതിയത്. ഇതിൻ്റെ കൂട്ടത്തിൽ PR അങ്ങനെ എങ്ങനെ എന്നൊക്കെ നിങ്ങൾ പലരും പറയുമായിരിക്കും. ഒരാൾക്കൊന്നുമല്ല മക്കളെ PR ഉള്ളത്, അനുമോക്ക് മാത്രമൊന്നുമല്ല മക്കളെ PR ഉള്ളത്. അനുമോക്കും ഉണ്ട്, അനീഷിനും ഉണ്ട്, ഷാനവാസിനും ഉണ്ട്, അക്ബറിനും ഉണ്ട്, നെവിനില്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ബാക്കി 4 പേർക്കും PR ഉണ്ട്. അതിനകത്ത് ചിലപ്പോൾ പൈസ കൂടുതൽ കൊടുത്തവരും കുറച്ച് കൊടുത്തവരും എൻ്റെ അടുത്ത് കൊടുത്തവരും ഒക്കെ കാണും. അത് വേറെ കാര്യം. എൻഡ് ഓഫ് ദ ഡേ ഒരു PR വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും മാസീവായിട്ടുള്ള ഒരു വോട്ട് കയറ്റാനോ ജയിപ്പിക്കാനോ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജനങ്ങൾ വിചാരിച്ചാൽ തന്നെ 3.5 കോടി ജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരാളെ ജയിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സോ ജനങ്ങൾ തന്നെയാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരിക്കലും ഒരു PR അല്ല ജയിച്ചിരിക്കുന്നത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.